നമ്മുടെ തൊട്ട് അയൽപക്കത്തെ രാജ്യത്തെ പ്രതിസന്ധിയിലേക്കും വിഷയത്തിലേക്കും ഒക്കെ കടന്നു കഴിഞ്ഞാൽ സുശീല കർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ജൻസി പ്രതിഷേധക്കാരുടെ പിന്തുണയോടെയാണ് അധികാരത്തിലേക്ക് എത്തിയത്. ഇടക്കാല സർക്കാരും സുശീലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, നേപ്പാളിന്റെ ആദ്യ വനിതാ ജസ്റ്റിസ് ആയിരുന്നു ഇപ്പോൾ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സുശീല കർക്കി അധികാരത്തിലേറിയിരിക്കുകയാണ്. പുതിയ ഇടക്കാല സർക്കാർ വന്നിരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു വിടവ്, അസ്ഥിരത, അതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഇടക്കാല സർക്കാരിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? നിലവിലത്തെ നേപ്പാളിന്റെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയാണ്? നിലവിൽ നേപ്പാളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം 2016 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി അന്നത്തെ ഭരണകൂടവും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഉൾപ്പെടെ ഒരുമിച്ച് ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയ ഒരു നടപടി ഉണ്ടായിരുന്നു. അവിടുത്തെ പോലീസ് മേധാവിയെ പുറത്താക്കിയതിൽ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ഇംപീച്ച് ചെയ്ത ഒരു വനിത, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി ഇപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായി കൂടി നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി കൂടി ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നേപ്പാളിനെ സംബന്ധിച്ച് ഇനി 6 മാസത്തിനുള്ളിൽ തന്നെ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇനി നടക്കുന്നത്. ഇന്നലെ അതായത് നേപ്പാൾ രാജിവെച്ച പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സൈനിക മേധാവി പങ്കെടുത്തിരുന്നു. ജൻസി വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളുകളും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ഈ ക്യാബിനറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. സാമ്പത്തിക അസ്ഥിരത വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഈ പ്രക്ഷോഭവും കലാപവും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 20 ദശലക്ഷത്തോളം ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതൊരു ഔദ്യോഗിക കണക്കല്ല എങ്കിൽ പോലും തന്നെ അനൗദ്യോഗിക കണക്ക് പ്രകാരം അത്രത്തോളം തുക നഷ്ടമുണ്ടായിരിക്കുന്ന ഒരു പ്രക്ഷോഭമായി ആയിരുന്നു ഇവിടെ അരങ്ങേറുകയും ചെയ്തത്. അതിൽ നിന്ന് മറികടക്കുക എന്നുള്ളൊരു വലിയ കടമ്പ ഈ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ക്യാബിനറ്റിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലെ ക്യാബിനറ്റിൽ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള അടക്കമുള്ള വിശദാംശങ്ങൾ ഇനി ഈ വരും മണിക്കൂറിലേക്ക് വരേണ്ടതായിരിക്കുന്നു. അതിൽ ഈ ജൻസി വിഭാഗങ്ങൾ നൽകുന്ന പേരുകൾ അത് പൂർണ്ണമായും പരിഗണിക്കുകയും ചെയ്യും. ഈ ജൻസി വിഭാഗത്തിൽ നിന്ന് ക്യാബിനറ്റിലേക്ക് ഒരു പ്രതിനിധികൾ ഉണ്ടാകില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ നിലവിലെ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് നേപ്പാളിന് പഴയ സ്ഥിതിയിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഇന്ത്യയും ഈ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ പോകുന്നത്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ കർശന സുരക്ഷ ഇപ്പോഴും ഇന്ത്യ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ആളുകൾ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജയിലിൽ കഴിഞ്ഞവർ നിരവധി പേർ അവിടെ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അവരെയൊന്നും തന്നെ ഇപ്പോഴും പൂർണ്ണമായും പിടികൂടാൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നടപടികളൊക്കെ ഇനി നടത്തിക്കൊണ്ട് വരേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നേപ്പാൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തുന്നു. മറ്റ് കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പ്രക്ഷോഭകാരികൾ അവർ തന്നെ അടിച്ചു തകർത്ത മേഖലകളിൽ അവർ തന്നെ അവിടെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളൊക്കെ, അത്രത്തോളം അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്തു. എന്തായാലും നേപ്പാൾ അശാന്തിയിൽ നിന്ന് സമാധാനത്തിന്റെ നിരങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇനി ഉള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നാളുകളിലേക്ക് നേപ്പാൾ കടക്കുമെന്ന് കൂടി നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.